ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിന്റെ കളർ കോൺട്രാസ്റ്റ്. ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ, ഇമേജസ്, ടെക്സ്റ്റ്, ഇതിന്റെയൊക്കെ കളർ തമ്മിൽ ഒരു റേഷ്യോ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ കളർ കോൺട്രാസ്റ്റിൽ ഇഷ്യൂ വരികയും എല്ലാ യൂസേഴ്സും അത് ആക്സസിബിൾ ആയി എന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കളർ കോൺട്രാസ്റ്റ്. വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം കൃത്യമായി ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ്, വെബ് കണ്ടന്റ് ആക്സസിബിലിറ്റി ഗൈഡ് ലൈൻ ഫോം ചെയ്തിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ കളർ കോൺട്രാസ്റ്റ് സെറ്റ് ചെയ്യുന്നത്. കളർ കോൺട്രാസ്റ്റിന്റെ കേസ് മാത്രമല്ല, പല പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട എല്ലാ സ്റ്റാൻഡേർഡും ഈ ഗൈഡ് ലൈനിൽ പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കളർ കോൺട്രാസ്റ്റിന്റെ കേസാണ് പറയുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും WCAG ഗൈഡ് ലൈൻസ് അവരുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവയിൽ കൃത്യമായി ഉപയോഗിക്കണമെന്ന് നിയമപരമായിട്ട് തന്നെ ഉത്തരവുകളുണ്ട്. എന്തുകൊണ്ടെന്നാൽ എല്ലാ യൂസേഴ്സിനെയും ഒരേ രീതിയിൽ എല്ലാവർക്കും ആക്സസിബിൾ ആവുക എന്നുള്ള ഒറ്റൊരു ഉദ്ദേശത്തിന്റെ പുറത്താണ് അവർ ഈ ഒരു ഗൈഡ് ലൈൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് WCAG ഗൈഡ് ലൈൻ പ്രകാരം കളർ കോൺട്രാസ്റ്റ് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉദാഹരണ സഹിതം നോക്കാം. നമുക്ക് ആദ്യം ഈ ഡിസൈനിന്റെ കോൺട്രാസ്റ്റ് ഓക്കെ ആണോ എന്ന് നോക്കാം. അതിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലഗിൻസിൽ A11Y കളർ കോൺട്രാസ്റ്റ് ചെക്കർ എന്നൊരു പ്ലഗിൻ, അത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ്, അതുകൊണ്ടാണ് അവിടെ വന്നത്. അല്ലെങ്കിൽ മാനേജ് പ്ലഗിൻ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഈ ഒരു പ്ലഗിൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ എബൌട്ടിൽ നമുക്ക് കാണാം മൈക്രോസോഫ്റ്റിന്റെ ആണ്, കളർ കോൺട്രാസ്റ്റ് ചെക്കർ ആണ്. അപ്പം ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് കോൺട്രാസ്റ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ ചെക്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഏത് ഫ്രെയിമാണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ആ ഫ്രെയിം സെലക്ട് ചെയ്താൽ മാത്രമാണ് ആ ഒരു ബട്ടൺ ആക്റ്റീവ് ആകൂ. അതിനു മുമ്പേ ഇവിടെ WCAGയുടെ ആ ഒരു ഫോണ്ടിന്റെ സൈസ് പ്രകാരം ഏത് പ്രൊപ്പോർഷനിലാണ് അതിന്റെ കോൺട്രാസ്റ്റ് വരേണ്ടത് എന്ന് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഹോം എന്നൊരു ഫ്രെയിം സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ചെക്ക് എന്നത് ബട്ടൺ ആക്റ്റീവായി. ഇനി ചെക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് കിട്ടി. ഇതിൽ 3 കളർ, ഈ 3ഉം ഫെയിൽഡ് ആണ്. അതിൽ ചിലത് മാത്രമാണ് പാസ്സായിട്ടുള്ളൂ. അപ്പം ഫസ്റ്റ് വണ് ഈ ഒരു ഗ്രീൻ, ഈ സെന്ററിലുള്ള ആ ഒരു കളറാണ്. അതിൽ റെഡ് കറക്റ്റ് റീഡബിൾ അല്ല, അത് കറക്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ AA-യും AAA-യും ഫെയിൽഡ് ആണ്. അപ്പൊ അത് നമുക്ക് പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊപ്പോർഷൻ, അത് ഫോണ്ട് സൈസ് 19ന്റെ മുകളിലാണ്. അപ്പം 4.5:1, 3:1 എന്ന പ്രൊപ്പോർഷനിലാണ് ആ കളർ വരേണ്ടത്. അതുകൊണ്ട് അത് അങ്ങനെ വരാത്തത് കൊണ്ടാണ്, ഇതിപ്പം 2.24ലാണ് ഉള്ളത്. ആ ഒരു പ്രൊപ്പോർഷനിൽ വരാത്തത് കൊണ്ടാണ് അത് ഫെയിൽഡ് ആയത്. അപ്പൊ നമുക്കത് എങ്ങനെ പാസ്സാക്കാൻ നോക്കാം. ഫസ്റ്റ് ഞാൻ ടെക്സ്റ്റിന്റെ ലൈറ്റ്നെസ്, നമുക്ക് ഇവിടുന്ന് അതിന്റെ റേഷ്യോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനത് ജസ്റ്റ് റൈറ്റിലേക്ക് ആക്കുന്ന സമയത്ത് കോൺട്രാസ്റ്റ് റേഷ്യോ കുറയാണ് ചെയ്തത്. എനിക്കത് ഫസ്റ്റ് AA പാസ്സാവാൻ അതെന്ത് ചെയ്യണം, 3:1ന്റെ മുകളിലേക്ക് വരണം. 3:1 കറക്റ്റ് ചെയ്യണം. അപ്പം ഇവിടെ കോൺട്രാസ്റ്റ് റേഷ്യോ കൂടണം. അപ്പം എന്ത് ചെയ്യാം, ലെഫ്റ്റിലേക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. 3:1, 3.34ന്റെ മുകളിലേക്ക് പോയ സമയത്ത് അതിന്റെ റേഷ്യോ മാറുകയും അത് ഫോണ്ടിന്റെ AA പാസ്സാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് റീഡബിൾ ആണ്. ഓക്കെ. പക്ഷെ ഈ റെഡ് എനിക്ക് അത്ര ഓക്കെ ആണ് എന്ന് തോന്നിയിട്ടില്ല കളറിൽ. അപ്പം എൻ്റെ ഒരു ഡിസൈനിൽ റെഡ് അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേറെ ഏതെങ്കിലും കളർ, കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ള കളർ വേണം തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യാം, എനിക്കത് ലെഫ്റ്റിലേക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഒരു ഗ്രീനിലേക്ക് ആ കളർ എനിക്ക് ഓക്കെ ആണ് തോന്നുന്നു. പക്ഷെങ്കിൽ അവിടെ AA മാത്രമാണ് കോൺട്രാസ്റ്റ് റേഷ്യോ കറക്റ്റ് ആയിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് 4.6ലേക്ക് മാറ്റിയ സമയത്ത് രണ്ടും AA-യും AAA-യും
പാസ്സായി. ഓക്കെ, അതേപോലെ നമുക്ക് ഈ 2 ബോക്സിൻ്റെതും ഈ 2 സെക്ഷൻ്റെതും നമുക്ക് ഇതേ രീതിയിൽ മാറ്റാം. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഓക്കെ ആയി. ഇനി എന്ത് ചെയ്യാൻ, ഞാൻ ഒന്നുകൂടെ ഫ്രെയിം സെലക്ട് ചെയ്ത് ചെക്ക് കൊടുത്തു. ഞാൻ വീണ്ടും അത് ചെക്ക് ചെയ്യാണ്. ശേഷം ഈ ഒരു ഫസ്റ്റ് ബോക്സിന്റെ കോൺട്രാസ്റ്റ് റേഷ്യോ ഇവിടെയും കറക്റ്റ് ചെയ്യാം. ഇപ്പം 3.88 ആണുള്ളത്. അപ്പം അത് ഞാൻ കൂട്ടുകയാണ്. ഓക്കെ, ഇപ്പൊ അതിന്റെ കോൺട്രാസ്റ്റ് റേഷ്യോ പാസ് ആയിട്ടുണ്ട്. അതേപോലെ താഴത്തും നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പൊ രണ്ടും പാസ്സായി. ഓക്കെ, ഡൺ കൊടുക്കുക. ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്ത സമയത്ത് കണ്ടോ, എല്ലാ ടെക്സ്റ്റും ട്രിപ്പിൾ എ കളർ കോൺട്രാസ്റ്റ് റിക്വയർമെന്റ് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത ഡിസൈനിന്റെ കോൺട്രാസ്റ്റ് ചെക്ക് ചെയ്യുകയും എല്ലാ യൂസേഴ്സിനും ആക്സസിബിൾ ആവുന്ന രീതിയിൽ അവർക്ക് പെട്ടെന്ന് ഡിസൈൻ ക്യാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് കോൺട്രാസ്റ്റ് ഫിക്സ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ഞാൻ ഫസ്റ്റ് സ്ക്രീനിന്റെ കോൺട്രാസ്റ്റ് കൂടി കറക്റ്റ് ചെയ്യാണ്. സെലക്ട് ചെയ്യുക, ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരെററാണുള്ളത്. ഒന്നിൻ്റെ മാത്രമാണ് ആ ഒരു കോൺട്രാസ്റ്റ് കറക്റ്റ് അല്ലാത്തത്. അപ്പൊ എന്ത് ചെയ്യാം, അതേതാ നോക്കാം. നമുക്ക് ഈ ബ്ലാക്കിൽ ഗ്രേ ഉള്ളതാണ്. അത് താഴത്തെ ഈ സൈൻ ഇൻ ബട്ടൺ ആണ്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ആ ഫോണ്ട് തീരെ ലൈറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ ടെക്സ്റ്റ് ലൈറ്റ്നെസ് നമ്മൾ കൂട്ടുക. ഞാൻ വൈറ്റിലേക്ക് ആക്കി. അപ്പൊ ആ സമയത്ത് ഡബിൾ എയും ട്രിപ്പിൾ എയും പാസ്സായിട്ടുണ്ട്. ഓക്കെ, ഡൺ കൊടുക്കുക. ഞാൻ വീണ്ടും ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ ടെക്സ്റ്റും ട്രിപ്പിൾ എ കളർ കോൺട്രാസ്റ്റ് റിക്വയർമെന്റ് പാസ്സായിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡിസൈനിന്റെ കളർ കോൺട്രാസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അത് എല്ലാ റിക്വയർമെന്റും പാസ്സാവുന്ന രീതിയിൽ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റിന്റെ കേസിലും ആപ്പിന്റെ കേസിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു A11Y കളർ കോൺട്രാസ്റ്റ് ചെക്കർ പ്ലഗിൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. ഇതുപോലത്തെ കൂടുതൽ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.